നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ YMCAയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വികാസ് നഗർ ബേവാസ് സ്വിമ്മിംഗ് പൂളിലാണ് പരിശീലനം നടക്കുന്നത്. YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ YMCAയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വികാസ് നഗർ ബേവാസ് സ്വിമ്മിംഗ് പൂളിലാണ് അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് നടക്കുന്നത്. സ്വിമ്മിംഗ് പൂളിന് സമീപം കൂടിയ യോഗത്തിൽ പ്രസിഡന്റ് രാജേഷ് മാത്യു അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ വീട് പുഴയുടെ തീരത്താണ്. മിനിഞ്ഞാന്ന് തന്നെ പാലക്കാട് നിന്ന് വന്ന് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി മൂവാറ്റ കോച്ചിങ് വന്ന ഒരു കുട്ടി, 19 വയസ്സുള്ള ഒരു കുട്ടി 2 ദിവസം പുഴയിൽ നീന്തി, 3-ാം ദിവസം നല്ലൊരു ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ കുറവായിട്ട് ഈ ലോകം വിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി 19 വയസ്സ് വരെ കൊണ്ടുവന്ന് വളർത്തി വന്നതിന് ശേഷം ആ നഷ്ടപ്പെടുമ്പോൾ ആ പേരൻസിനുണ്ടാവുന്ന വിഷമം നമുക്ക് ആലോചിക്കുക. അതുപോലെ തന്നെ തൊട്ട് തലേ ദിവസം ഒരു ഉമ്മയും ഒരു മകളും 2 മകളും മൂവാറ്റ പുഴയിൽ പോയി. 2 ഇൻസിഡന്റുകളായിട്ട് നമ്മൾ മൂവാറ്റ ഉണ്ടായ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു കുടുംബം തന്നെ തീർന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ YMCA മൂവാറ്റുപുഴ പല മേഖലകളിലും, സാംസ്കാരിക മേഖലകളിലാണെങ്കിലും നമ്മുടെ ആധ്യാത്മിക മേഖലയിലാണ് കൂടുതൽ YMCA ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ കലയിലും അതോടൊപ്പം തന്നെ സ്പോർട്സിലും എല്ലാം തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും 5 വയസ്സിന് മേൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കുമാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലെല്ലാം ടൂർ പോകുന്ന കുട്ടികളും മറ്റും ധാരാളമായിട്ട് വെള്ളത്തിൽ ചാടി അപകടത്തിൽപ്പെടുന്നതായിട്ട് നമ്മൾ ദൈനംദിനം വായിക്കാറുണ്ട്. അതിനൊരു പരിഹാരം എന്ന വണ്ണം ഈ മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു സ്വിമ്മിംഗ് പൂള് സ്ഥാപിച്ചതിൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകമാണ്. അതിനെല്ലാം അവസരം ഒരുക്കി തന്ന YMCAയ്ക്കും രക്ഷകർത്താക്കളുടെ പേരിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അനുദിനം നീന്തൽ കൈവശമില്ലാത്തതുകൊണ്ടുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ YMCA പോലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നത് സമൂഹത്തിന് വലിയ മാതൃകയാണെന്നും ഈ വർഷം നടക്കുന്ന എറണാകുളം ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിനുള്ള YMCAയുടെ ടീം ഈ ക്യാമ്പിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നതെന്നും രാജേഷ് മാത്യു പറഞ്ഞു. നീന്തൽ പരിശീലന ക്യാമ്പിനുള്ള അഡ്മിഷൻ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ മൂവാറ്റുപുഴ YMCAയുടെ വൈസ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവിൽ അധ്യക്ഷത വഹിച്ചു. YMCA സെക്രട്ടറി ജോൺ VU, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അജി PS, ആന്റണി രാജൻ, മുഖ്യപരിശീലകനും ക്യാമ്പ് കോർഡിനേറ്ററുമായ MP തോമസ്, വനിതാ പരിശീലകരായ അഖിന ബാബു, ജെറിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.